എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡിന് സ്ഥലം വിട്ടു നൽകിയവരിൽ നിന്ന് നഷ്ടപരിഹാര തുക തിരിച്ചുപിടിക്കാനുള്ള റവന്യൂ ഉത്തരവിൽ പ്രതിഷേധം കനക്കുന്നു. അധികമായി ലഭിച്ച തുക ഒരു മാസത്തിനകം തിരികെ നൽകണമെന്ന് കാണിച്ച് 20ഓളം പേർക്കാണ് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഭൂവുടമകൾ. 1894 നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരം ലഭിച്ചവർക്കാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. 11 ലക്ഷം വരെ തിരിച്ചടയ്ക്കേണ്ടവർ പട്ടികയിലുണ്ട്. 2013 പുതിയ നിയമത്തിൽ നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ വ്യത്യാസമുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സെന്റിന് 2,65,000 രൂപയാണ് ഞങ്ങൾക്ക് അന്ന് അനുവദിച്ചിരുന്നത്. അതിലിപ്പോൾ 31,000 സംതിങ് രൂപയാണ് തിരികെ സർക്കാരിലേക്ക് അടക്കാൻ പറഞ്ഞേക്കണം. ഒരു സെന്റിനുള്ള ഇതങ്ങനെ പറഞ്ഞേക്കണം. നടപടിക്രമങ്ങളിലെ സുതാര്യതയില്ലായ്മ, അപര്യാപ്തമായ നഷ്ടപരിഹാരം, പുനരധിവാസത്തിനുള്ള കുറഞ്ഞ വ്യവസ്ഥകളിൽ നിന്നിങ്ങനെ പഴയ നിയമത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് പുതിയ നിയമം നിലവിൽ വന്നത്. എന്നാൽ ഉദ്യോഗസ്ഥതല കാലതാമസങ്ങളും നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. പ്രാഥമിക വിജ്ഞാപനത്തിന് പിന്നാലെ സാമൂഹിക ആഘാത പഠനങ്ങളും പൊതു ഹിയറിങ്ങുകളും നടത്തിയാണ് അന്തിമ പ്രഖ്യാപനവും നഷ്ടപരിഹാരവും നൽകുന്നത്. ഇത്രയേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടും ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പിന് വീഴ്ച പറ്റിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കൊച്ചി തുറമുഖം മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ 30 കിലോമീറ്റർ 4 വരി പാതയായാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കളമശ്ശേരി മുതൽ ആലുവ കീഴ്മാട് വരെയുള്ള 4 വില്ലേജുകളിൽ നിന്നായി 500ഓളം പേരുടെ ഭൂമിയാണ് രണ്ടാം ഘട്ട വികസനത്തിനായി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത പകുതിയോളം പേർക്ക് പണം നൽകിയെങ്കിലും റവന്യൂ വകുപ്പിന്റെ നീക്കം തുടർ നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.